ഹായ് ഫ്രണ്ട്സ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുക്കാനായിട്ട് പോകുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ്. അത് AS1 ആണ്. AS1 ഇസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേട്ടിരുന്നാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ നോട്ടിൻ്റെ സഹായത്തോടെ ആയിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ സ്റ്റഡി മാറ്റിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് AS1 എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്? ദിസ് സ്റ്റാൻഡേർഡ് എൻഷുവേഴ്സ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിസ്ക്ലോസ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ഫോളോഡ് ഡ്യൂറിങ് ദെയർ പ്രിപ്പറേഷൻ. അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യില്ലേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസ് എന്തൊക്കെയാണ്, അത് ലൈക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പോളിസീസാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, അത് വെളിപ്പെടുത്തണം. ഇറ്റ് ഈസ് മാൻഡറ്ററി ടു ഫോളോ ദി സ്റ്റാൻഡേർഡ് ടു എൻഷുർ ഫെയർ കമ്പാരിസൺ ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് ഹെൽപ്പ് യൂസേഴ്സ് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്പനീസ് തമ്മിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവണം? ഒരു കമ്പനി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസി ആയിരിക്കില്ല മറ്റൊരു കമ്പനി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പയർ ചെയ്യണമെങ്കിൽ, ഫെയർ ആയിട്ട് കമ്പാരിസൺ നടത്തണമെങ്കിൽ ആൾക്കാർക്ക് എന്ത് വേണ്ടി വരും? ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബെറ്ററായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇവർ ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുക തന്നെ വേണം എന്നാണ് AS1 എന്ന് പറയുന്നത്. അപ്പോൾ AS1 എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അക്കൗണ്ടിങ് പോളിസീസ് ആണ് ഫോളോ ചെയ്തത്, അത് എന്തൊക്കെയാണ് ഫോളോ ചെയ്തതെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യുക? ഡിസ്ക്ലോസ് ചെയ്യുക. അതായത് ഇന്ന ഒരു പോളിസി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. നോട്ട്സ് ടു അക്കൗണ്ട്സ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാമ്പിളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നൗ ലെറ്റ്സ് സീ പർപ്പസ് ഓഫ് ഡിസ്ക്ലോഷർ. ഇതെന്തിനാണ് ഇതുപോലെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഷുഡ് പ്രസൻറ്റ് ആൻഡ് ആക്യുറേറ്റ് വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കറക്റ്റ് വ്യൂ, ആക്യുറേറ്റ് വ്യൂ കിട്ടണം. എന്തിൻ്റെയൊക്കെ കാര്യത്തിൽ? ഫിനാൻഷ്യൽ പൊസിഷൻ, ഫിനാൻഷ്യൽ പെർഫോമൻസ്, ക്യാഷ് ഫ്ലോസ്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ ഇത് ഡിസ്ക്ലോസ് ചെയ്യണതിൻ്റെ കാരണം വരുന്നത്. ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ അക്കൗണ്ടിങ് പോളിസീസ്? അപ്പോൾ അതിൽ വ്യത്യാസം വരാൻ എന്താണ് ഇത്രമാത്രം ഉള്ളതെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കമ്പനി ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് SLM ആയിരിക്കാം, മറ്റൊരു കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം WDV ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് എടുക്കുന്ന മെത്തേഡിൽ ഡിഫറൻസ് ഉണ്ടാവാം, അമോർട്ടൈസേഷൻ്റെ മെത്തേഡ്സിൽ ഡിഫറൻസ് ഉണ്ടാവാം. അതുപോലെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് എക്സ്പെൻസസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഹാൻഡ്ലിംഗ് ഓഫ് എക്സ്പെൻസസ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണെന്ന് വിചാരിക്കാം. അപ്പം ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു കൺസ്ട്രക്ഷനുള്ള ഒരുപാട് കോസ്റ്റുകൾ നമുക്ക് ഇൻകർ ചെയ്യും അല്ലേ. അപ്പോൾ അതിൽ ഓരോ കോസ്റ്റും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് AS1 അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? കാണിക്കും. ഫോർ എക്സാമ്പിൾ അതിലൊരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് വന്നു, ഇൻകർ ചെയ്തു. അത് നമ്മൾ ക്യാപിറ്റലൈസ് ആണ് ചെയ്തതെന്ന് വിചാരിക്കുക. ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അത് എത്ര വർഷത്തേക്കാണോ വെച്ച് കഴിഞ്ഞാൽ അത്രയും വർഷത്തേക്ക് നമ്മൾ ആ ഒരു കോസ്റ്റ് സ്പ്രെഡ് ചെയ്യും അല്ലേ. ഇനി ചില കോസ്റ്റുകൾ നമ്മൾ എന്താ ചെയ്യുക? അത് കറണ്ട് ആയിട്ടാണ് എടുക്കുക അല്ലേ. ലൈക്ക് നമ്മൾ കറണ്ട് എക്സ്പെൻസസ് ആയിട്ട് എടുക്കുകയുള്ളൂ. അത് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ ആഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ AS1 ഇതിങ്ങനെ കാണിക്കുമ്പോൾ എന്തുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കോസ്റ്റുകൾ എങ്ങനെയാണ് ആ കമ്പനിയുടെ പ്രോഫിറ്റിന് അല്ലെങ്കിൽ ലോസിനെ ബാധിക്കണേ എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൺവേർഷൻ ഓഫ് ഫോറിൻ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കണം. അതായത് ഇപ്പോൾ AS1 ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം. ഒരു ഫോറിൻ കറൻസി, നമ്മളിപ്പോൾ ഫോറിൻ കറൻസി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ലെറ്റ്സ് എന്തെങ്കിലും പ്രൊഡക്ട്സ് നമ്മൾ വിൽക്കുന്നുണ്ട്. ഈ പ്രൊഡക്ട്സ് വിൽക്കുന്നത് നമ്മൾ US ഡോളേഴ്സിലാണ് വിൽക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ AS1 നമ്മൾ എന്ത് കാണിക്കണം? അതായത് ഈ ഫോറിൻ കറൻസീനെ എങ്ങനെയാണ്, ഏത് വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വാല്യൂയിലേക്ക് നമ്മൾ മാറ്റുന്നത്. ഓക്കെ, റിപ്പോർട്ടിംഗ് കറൻസി ഏതൊരു വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണത് എന്നുള്ള കാര്യം നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലെറ്റ്സ് നമ്മൾ ഒരു US ഡോളേഴ്സിൽ ചില പ്രൊഡക്ട്സ് നമ്മൾ വിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തീരുമാനിക്കണം എങ്ങനെയാണ് ഈ US ഡോളേഴ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണത്, വിച്ച് വാല്യൂ ആണ് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ആ ട്രാൻസാക്ഷൻ നടത്തുന്ന ആ ഒരു ഡേറ്റിലത്തെ വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആവറേജ് ആ ഒരു പീരീഡത്തെ ആവറേജ് റേറ്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഇത് വാല്യൂ എടുക്കുന്നതിനനുസരിച്ച് എവിടെ വ്യത്യാസം വരും? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അത് ഇമ്പാക്റ്റ് വരും അല്ല, റവന്യൂ എക്സ്പെൻസസിലൊക്കെ ഇമ്പാക്റ്റ് വരും. അതുകൊണ്ട് ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ ഡിസ്ക്ലോസ് ചെയ്താലാണ് ഏതോ ഡേറ്റത്തെ വാല്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്താലാണ് വ്യക്തമാവുക അല്ലേ.
വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെൻട്രി വാല്യൂ ചെയ്യണമെന്ന് പറയാറില്ലേ. ഇപ്പോൾ ഇൻവെൻട്രി വാല്യൂ ചെയ്യുമ്പോൾ എന്താണ് AS1 റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇൻവെൻട്രി വാല്യൂ ചെയ്യണമെന്നുള്ളതാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ലെറ്റ്സ് ലിഫോ ആയിരിക്കാം, ഫിഫോ ആയിരിക്കാം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഒക്കെ ഇല്ലേ, ചിലപ്പോൾ അതായിരിക്കാം, ഫിഫോ ആയിരിക്കാം, ഫോളോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ലിഫോ ആയിരിക്കാം. അപ്പോൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്താലും ഇപ്പോൾ നമ്മളൊരു കമ്പനി തന്നെ 2 മെത്തേഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഫോ ആൻഡ് ലിഫോ മെത്തേഡിൽ നമ്മൾ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഡിഫറെൻ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു എൻവിറോൺമെൻറ്റ് പ്രൈസുകളൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു എൻവിറോൺമെൻറ്റ് ആവും വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവിടെ ഫിഫോ മെത്തേഡ് വഴി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടി നിൽക്കും. കാരണം ലിഫോ മെത്തേഡിൽ നമ്മൾ പഴയ അല്ലെങ്കിൽ വില കുറവുള്ള അല്ലെങ്കിൽ വാല്യൂ കുറവുള്ള സ്റ്റോക്കുകളായിരിക്കും നമ്മൾ ആദ്യം വാല്യൂ ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ട്രാൻസ്പെറൻസിയുടെ ഒരു പ്രോബ്ലം വന്നിട്ട് അപ്പോൾ ആ ഒരു ഡിഫറൻസസ് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് ഇൻവെൻട്രി വാല്യൂ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കണേ എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമാക്കണം. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, വാല്യൂഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, റെക്കഗ്നേഷൻ ഓഫ് പ്രോഫിറ്റ് ഓൺ ലോങ് ടേം കോൺട്രാക്ട്സ്, വാല്യൂഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് കണ്ടീജന്റ് ലയബിലിറ്റീസ്, അങ്ങനെ ഒരുപാട് ഫീൽഡുകൾ. ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പ്രൊവൈഡ് ചെയ്തതാണ്. ഈ അക്കൗണ്ടിങ് പോളിസീസ് ഡിഫറെൻ്റ് ആവാൻ നിങ്ങൾക്ക് ഡൗട്ട് വരാം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുമ്പോൾ ഓരോ കമ്പനിയിൽ ഇത് ഓരോ തരത്തിലാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് ഓഫ് കണ്ടീജന്റ് ലയബിലിറ്റീസ് ഓരോ കമ്പനി ഓരോ ടൈപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീജന്റ് ലയബിലിറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അതായത് നമുക്ക് ഉറപ്പില്ല, ഇത് ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് ആ ലയബിലിറ്റി വരാതിരിക്കാം, അങ്ങനത്തെ ഒരു അവസ്ഥ. അതായത് ഇപ്പോൾ ലെറ്റ്സ് സേ ലോ സ്യൂട്ട് അല്ലെങ്കിൽ ഗ്യാരണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ മെയിൻലി കണ്ടീജന്റ് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. അതായത് ഇപ്പോൾ AS1 പറയാണ് നമുക്ക് ഇതുപോലെ ഉറപ്പില്ല, ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ ഈ ഒരു കണ്ടീജന്റ് ലയബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ, എക്സാമ്പിളായിട്ട് ലോ സ്യൂട്ട് ഇപ്പോൾ ഒരു കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു, അത് സാധ്യതയുണ്ട് എന്നിവർ കാണുകയാണ്. ഓക്കെ, അപ്പം അത് ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ കമ്പനി ചിലപ്പോൾ കുറച്ച് എമൗണ്ട് സെറ്റിൽമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടിയും വരും. അപ്പോൾ അതിനുള്ള സാധ്യതകൾ കൂടുതലാണെങ്കിൽ കമ്പനി അത് എന്ത് ചെയ്യണം, അത് ഡിസ്ക്ലോസ് ചെയ്യുക തന്നെ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിന് മനസ്സിലാവണം, അതായത് അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കാം ആ ഒരു കമ്പനിയിൽ, ദേ മൈറ്റ് ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ് കമ്പനി. അപ്പോൾ അവർക്കും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാവിയിൽ ഇപ്പോൾ ഇന്നൊരു സംഭവം വരും, ഇന്നൊരു റിസ്ക് വരും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടീജന്റ് ലയബിലിറ്റി നമുക്കൊരു എക്സാക്റ്റ് എമൗണ്ട് അറിഞ്ഞില്ലെങ്കിൽ പോലും ദ കമ്പനി ഹാവ് ടു ഡിസ്ക്ലോസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതെങ്ങനെയാണ് ഈ അക്കൗണ്ട് ചെയ്യേണ്ടത്, കണ്ടീജന്റ് ലയബിലിറ്റി അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ AS1 ഉൾപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് യൂഷ്വലി വരാറ്. ഫൈൻ, we'll come to this later. ഇവിടെ നോക്കാം. ഇനി ചില അക്കൗണ്ടിങ് അസംഷൻസ്, ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് എന്നാണ്. സർട്ടൻ അസംഷൻസ് ആർ ഫോളോഡ് വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദീസ് ഡോണ്ട് നീഡ് ടു ബി ഡിസ്ക്ലോസ് അൺലെസ് ദേ ആർ നോട്ട് ഫോളോഡ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില അസംഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഇത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ലെറ്റ്സ് സേ നമ്മളിപ്പോൾ താഴെ കാണുന്ന അസംഷൻസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ കാണിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ അസംഷൻ ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ട കാര്യമില്ല. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് മെൻഷൻ ചെയ്താൽ മതി. ഇപ്പോൾ ഏതൊക്കെയാണ് അസംഷൻസ്? ഗോയിങ് കൺസേൺ, ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് വോണ്ട് ഷട്ട് ഡൗൺ ഓർ റെഡ്യൂസ് ഇറ്റ്സ് ഓപ്പറേഷൻ സിഗ്നിഫിക്കൻ്റ്ലി. അതായത് ഇത് ഫ്യൂച്ചറിൽ ഇനിയും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ബിസിനസ്. ഗോയിങ് കൺസേൺ ഓൾറെഡി നമ്മൾ ഫസ്റ്റത്തെ ഒരു ചാപ്റ്ററിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് ആൻഡ് കൺവെൻഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ. അതെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് വെച്ചാൽ കമ്പനി ഭാവിയിൽ അടിച്ചുകൂട്ടുന്നതിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഇത് ഭാവി ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിന് ഓപ്പറേഷൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്യില്ല, ഷട്ട് ഡൗൺ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു പോളിസീനെയാണ് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി, അക്കൗണ്ടിങ് പോളിസീസ് റിമെയിൻ ദ സെയിം ഫ്രം വൺ പീരീഡ് ടു അനദർ. അതായത് നമ്മളെപ്പോഴും എല്ലാ വർഷവും ഒരേ അക്കൗണ്ടിങ് പോളിസി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, നമ്മളത് ഇടയ്ക്കിടയ്ക്ക് മാറ്റണമൊന്നുമില്ല. അക്രൂവൽ, റവന്യൂസ് and expenses are recorded when they are earned or incurred, not when money is actually received or paid. അതായത് നമ്മൾ പഠിച്ചില്ല, അക്രൂവൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ശരിക്കും റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയിട്ടല്ല, നമ്മൾ അത് ഇൻകർ ചെയ്യുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യുക. ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് മണി പോവുക അല്ലെങ്കിൽ മണി കിട്ടുക ആ ഒരു അവസ്ഥയിൽ മാത്രമല്ല. അതാണ് പറയുന്നത് നോട്ട് വെൻ മണി ഈസ് ആക്ച്വലി റിസീവ്ഡ് ഓർ പെയ്ഡ്. നമ്മളത് ഏൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു എമൗണ്ട് ഏൺ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല, കയ്യിൽ കിട്ടിയിട്ടില്ല, നമ്മുടെ എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെയായിട്ടും ശരിക്കും കൊടുത്തിട്ടില്ല. ഓക്കെ, അങ്ങനത്തെ അവസ്ഥകൾ അത്തരം കാര്യങ്ങൾ വരെ നമ്മൾ നോട്ട് ചെയ്യുകയാണ് എന്ത് പറയുന്നത്, അക്രൂവൽ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. റൈറ്റ്, റവന്യൂ ഇസ് മാച്ച്ഡ് വിത്ത് ദ റെലവൻറ്റ് കോസ്റ്റ്.
ഇനി ഹൗ ടു ചൂസ് ആൻഡ് അപ്ലൈ അക്കൗണ്ടിങ് പോളിസീസ്, എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പോളിസീസിനെ ചൂസ് ചെയ്യേണ്ടത്, അത് അപ്ലൈ ചെയ്യേണ്ടത്. പ്രുഡൻസ്, മേക്ക് കൺസർവേറ്റീവ് estimates in certain situations. Example, collectability of receivables or warranty claims. Avoid overestimating income or assets. അതായത് prudence എന്ന് പറഞ്ഞാൽ എന്താണ്, അൺസർട്ടൺ സിറ്റുവേഷൻസ് എപ്പോഴും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഇൻകം അല്ലെങ്കിൽ അസറ്റും എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതായത് കിട്ടാനുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. കൊടുക്കാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി ഒന്ന് കരുതി വയ്ക്കണം. അതാണ് പ്രൂഡൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്സ്റ്റൻസ് ഓവർ ഫോം, റെക്കോർഡ് ട്രാൻസാക്ഷൻ ബേസ്ഡ് ഓൺ ദിയർ റിയൽ എക്കണോമിക് സബ്സ്റ്റൻസ്, നോട്ട് ജസ്റ്റ് ലീഗൽ ഫോം. ഇതെന്തുകൊണ്ട് ഉദ്ദേശിക്കണേന്ന് പറഞ്ഞ് നമുക്ക് നോക്കി നോക്കാം. സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇവിടെ എന്താ പറയുക, റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ബേസ്ഡ് ഓൺ ദിയർ റിയൽ എക്കണോമിക് സബ്സ്റ്റൻസ്. അതായത് ശരിക്കും എക്കണോമിക് റിയാലിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, അല്ലാതെ അതിന് ലീഗാലിറ്റി വെച്ചിട്ടില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവർ പറയുന്നത് ഹയർ പർച്ചേസിൻ്റെ കാര്യമാണ്. അതായത് നമ്മൾ ഹയർ പർച്ചേസിൽ നമ്മൾ എല്ലാ പേയ്മെൻറ്റ്സും കൊടുത്ത് തീർക്കാത്ത പക്ഷം ശരിക്കും അതിൻ്റെ ലീഗൽ ഓണർ ആവുന്നില്ല, നമ്മൾ അതിൻ്റെ ഓണർഷിപ്പ് ആവുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഹയർ പർച്ചേസിൽ നമ്മളൊരു കാർ വാങ്ങിച്ചു, ഓക്കെ, അതൊരു അസറ്റാണ്. നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ്സ് ഒന്നും മൊത്തത്തിൽ കൊടുത്തിരിക്കാത്ത പക്ഷം അത് നമ്മൾ അല്ല അതിൻ്റെ ലീഗൽ ഓണർ. എന്നിരുന്നാലും നമ്മളത് ഉപയോഗിക്കുന്നത് കാരണം അതിൻ്റെ മെയിൻ്റനൻസ്, ഇൻഷുറൻസ് പരിപാടികളൊക്കെ നമ്മൾ നോക്കുന്നു. അതുപോലെ നമ്മുടെ അസറ്റിൻ്റെ ആ ഒരു സെക്ഷനിൽ നമ്മളതിന് ഉൾപ്പെടുത്തും, അല്ലേ? നമ്മളത് ഹയർ പർച്ചേസിൻ്റെ അസറ്റാന്ന് പറഞ്ഞാൽ നമ്മളത് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പ്രാക്ടിക്കൽ പർപ്പസിൽ നമ്മൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഈവൻ ദോ വി ആർ നോട്ട് ദ ലീഗൽ ഓണർ. അപ്പോൾ അതിനെയാണ് ഇവിടെ പറയുന്നത് സബ്സ്റ്റൻസ് ഓവർ ഫോം. നമ്മളിപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിൽ എങ്ങനെയാണ്, റിയാലിറ്റിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് റെക്കോർഡ് ചെയ്യുന്നതിനാണ് സബ്സ്റ്റൻസ് ഓവർ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയാലിറ്റി, ഓൺലി ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇനഫ് ടു ഇൻഫ്ലുവൻസ് ഡിസിഷൻസ്. അതായത് ഡിസിഷൻസിനെ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഡിസ്ക്ലോസ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ആ ഒരു തെറ്റിൻ്റെ ആ ഒരു സൈസ് എത്രയാണ്, അല്ലെങ്കിൽ ആ ഒരു ഐറ്റം അല്ലെങ്കിൽ ആ ഒരു എററിൻ്റെ പ്രശ്നം, ആ ഒരു പ്രോബ്ലത്തിൻ്റെ വലുപ്പം എത്രമാത്രം ഉണ്ട്, അതുപോലെ തന്നെ യൂസറിൻ്റെ ഡിസിഷൻസിന് അതിന് എത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒമീഷൻ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു സർക്കംസ്റ്റൻസസിലാണെങ്കിൽ ഇതൊക്കെ ഈ മെറ്റീരിയാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, സോ ഹൗ ടു ചൂസ് ആൻഡ് അപ്ലൈ അക്കൗണ്ടിങ് പോളിസീസ് കഴിഞ്ഞു. ഡിസ്ക്ലോഷർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ്, അതായത് എല്ലാ സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് പോളിസീസും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം, ഒറ്റ സ്ഥലത്ത് തന്നെ ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മൾ നോട്ട് നമ്പർ 1, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നോട്ട് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓരോന്നും നമ്മൾ കാണിച്ചു തുടങ്ങുക. അപ്പോൾ ഇതിങ്ങനെ കാണിക്കുമ്പോൾ യൂസേഴ്സിന് മനസ്സിലാവും അങ്ങനെയാണ്, ഈ രീതിയിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇനി ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്, ഇപ്പോൾ അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ ചേഞ്ച് വരുത്തുകയാണ്. ഓക്കെ, ആ ഒരു ചേഞ്ച് വരുത്തുന്നത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് കറണ്ട് പീരീഡ് ആണ്. കറണ്ട് പീരീഡ്, ഡിസ്ക്ലോസ് ദി എമൗണ്ട് അഫക്റ്റഡ് ബൈ ദ ചേഞ്ച്. ഇഫ് ദ ഇമ്പാക്റ്റ് കനോട്ട് ബി ഫുള്ളി ഡിറ്റർമൈൻഡ്, ഡിസ്ക്ലോസ് ദിസ് ഫാക്ട്. അതായത് അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ ചേഞ്ച് ചെയ്തു, അപ്പോൾ ഇപ്പോൾ ഈ ഒരു പീരീഡിൽ എന്താ ഉണ്ടാകും, നമ്മുടെ ആ ഒരു ചേഞ്ച് കാരണം, ആ ഒരു അക്കൗണ്ടിങ് പോളിസി കാരണം വന്നിട്ടുള്ള ആ ഒരു എമൗണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും എമൗണ്ടിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരൊറ്റ അക്കൗണ്ടിങ് പോളിസി മാറിയത് കൊണ്ട് ചില എമൗണ്ടുകൾ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് എത്രമാത്രം ഉണ്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫാക്റ്റ്, അതായത് ഇങ്ങനെ ഒരു പോളിസി മാറ്റിയിട്ടുണ്ട്, അതൊരു ഇമ്പാക്റ്റ് വരുത്തുന്നുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യണം. ഭാവി പീരീഡിലേക്കാണ് ഈ അക്കൗണ്ടിങ് പോളിസി ഇപ്പോൾ ചേഞ്ച് ചെയ്തതിലും ഇമ്പാക്റ്റ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഭാവിയിൽ ഇങ്ങനൊരു ചേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ ആയിട്ടുള്ള എഫക്റ്റ് ഭാവിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതും കൂടി മെൻഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നോട്ട് കൺസിഡർ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് ഫോർ ഇവൻറ്റ്സ് ദാറ്റ് ആർ നൗ ഡിഫറെൻറ്റ്, ഇൻട്രൊഡ്യൂസിങ് എ ഗ്രൂപ്പ് ഗ്രാറ്റുവിറ്റി സ്കീം, പോളിസീസ് ഫോർ ന്യൂ ഇവൻറ്റ്സ് ഓർ പ്രീവിയസ്ലി ഇമ്മീറ്റീരിയൽ വൺസ്. ഇനി നമുക്ക് നോക്കാം, ചില സിറ്റുവേഷൻസിൽ നമുക്ക് കാണുമ്പോൾ അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് ആണെന്ന് തോന്നും, പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് അല്ല. ഓക്കെ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് അല്ലാത്തതാകുന്നത്? ഇപ്പോൾ ഒന്നാമത്തത്, വെൻ ദ നേച്ചർ ഓഫ് ദി ട്രാൻസാക്ഷൻ ഇറ്റ് സെൽഫ് ചേഞ്ചസ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിളാണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ആ കമ്പനി അവരുടെ എംപ്ലോയീസ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് കുറച്ച്
മണി കൊടുക്കാറുണ്ട്, ഓക്കെ, കുറച്ച് കാശ് കൊടുക്കാറുണ്ട് റിട്ടയർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അത് ഫിക്സഡ് റൂളൊന്നുമല്ല. ഓക്കെ, അത് കൊടുക്കണം, എത്രയാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, അത് ഫിക്സഡ് റൂളൊന്നുമല്ല. നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ ഒരാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ എംപ്ലോയിന് എന്ത് ചെയ്യുന്നു, കുറച്ച് കാശ് കൊടുക്കുന്നു ഗിഫ്റ്റ് പോലെ. ഓക്കെ, പിന്നീട് ഈ കമ്പനി ഡിസൈഡ് ചെയ്യാണ് പ്രോപ്പറായിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞത് ഫിക്സ് ആയിട്ടുള്ള റൂളല്ല, ഇനി ഒരു റൂൾ പോലെ കൊണ്ടുവരാം, റിട്ടയർമെൻറ്റ് പ്ലാന് കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുകയാണ്. അതായത് എംപ്ലോയീസ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഫിക്സഡ് എമൗണ്ട് എന്ത് കിട്ടുന്നു, ഒരു ഫോർമുല ബേസ് ചെയ്തിട്ട് എമൗണ്ട് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഫിക്സഡ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് തോന്നും അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ രണ്ട് കേസസിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്രാറ്റുവിറ്റി പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ, റിട്ടയറിങ് എമൗണ്ട് കൊടുക്കുകയാണ്. റൈറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ അതൊരു ഇൻഫോർമൽ ആയിരുന്നു, നമുക്കൊരു ഫിക്സഡ് റൂൾ ഉണ്ടായിരുന്നില്ല, നമുക്കങ്ങനെ ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നു ആ ഒരു വ്യക്തി പോകുന്ന സമയത്ത്. പിന്നീട് അതെന്ത് ചെയ്യുകയാണ്, ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് പറയുന്നത്, ദിസ് ഇസ് നോട്ട് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. ഇത് അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് അല്ല. ഓക്കെ, ഇത് ലൈക്ക് ആ ട്രാൻസാക്ഷൻ്റെ നേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വി കനോട്ട് സേ ഇറ്റ് ഇസ് ദ ചേഞ്ച് ഓഫ് അക്കൗണ്ടിങ് പോളിസി. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇത് ചെറിയ പോയിന്റ്സ് ആയിട്ട് ഞാൻ വളരെ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വെൻ ദ കമ്പനി സ്റ്റാർട്ട്സ് റെക്കോർഡിങ് എ ന്യൂ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. പുതിയൊരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഒരു കമ്പനി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല. ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഒരു കമ്പനി ഉണ്ട് ലൈക്ക് ബിഫോർ. അപ്പോൾ ആ കമ്പനി ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് ഒന്നും, അങ്ങനെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒന്നും ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. പക്ഷേ റീസെൻ്റ്ലി അവരെന്ത് ചെയ്തു തുടങ്ങി, അവർ ഗുഡ്സ് ഇൻ്റർനാഷണലി വിൽക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇൻ്റർനാഷണലി വിൽക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻസും ലോസസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഒരു കമ്പനി ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് ഒന്നും നടത്താറില്ല. പക്ഷെ ഇപ്പോൾ അത് ഇൻ്റർനാഷണലി ഗുഡ്സ് വിറ്റ് തുടങ്ങി. അപ്പോൾ വിറ്റ് തുടങ്ങുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻസ് അല്ലെങ്കിൽ ലോസസ് നമ്മൾ എന്തായാലും റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കേസസിൽ എന്താണ്, കമ്പനി അക്കൗണ്ടിങ് മെത്തേഡ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു പുതിയ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നുവെന്നേ ഉള്ളൂ, അല്ലേ? ജസ്റ്റ് തിങ്ക്, പുതിയൊരു കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. നമ്മൾ അതായത് മുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് തിങ് മുന്നുണ്ടായിരുന്നില്ല, ഇൻ്റർനാഷണലി ഒന്നും നമ്മൾ വിറ്റായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റെക്കോർഡിങ്സ് ഒന്നും നടത്തിയിട്ടില്ല. ബട്ട് റീസെൻ്റ്ലി നമ്മളത് ഇൻ്റർനാഷണലി വിൽക്കാൻ തുടങ്ങി, ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻസും ലോസും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഒരു പുതിയ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ്, മുന്നില്ലാത്തൊരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് തുടങ്ങി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നില്ല, നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അതൊരു അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ തീരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല. പക്ഷേ വൺസ് ഇറ്റ് ബിക്കം സിഗ്നിഫിക്കൻറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്, ആദ്യം റെക്കോർഡ് ചെയ്തിരുന്നില്ല, ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. ഓക്കെ, അതൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ 2 പോയിൻറ്റ്സ് വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കമ്പനി എങ്ങനെയാണ് അതിൻ്റെ ബിസിനസ് നടക്കുന്നത്, ആ ബിസിനസ് നടത്തുന്ന ഒരു രീതിയിൽ എന്തെങ്കിലും ചേഞ്ചോ ഓൾട്ടറോ സംഭവിക്കുകയാണെങ്കിൽ വി കൻ നോട്ട് സേ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് അക്കൗണ്ടിങ് പോളിസി. ഒരിക്കലും നമുക്കത് അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് ആണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു കമ്പനി പുതിയ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ്, ഇതുവരെയും ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് തുടങ്ങുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, അതൊരു അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് എ ചേഞ്ച് ഓഫ് അക്കൗണ്ടിങ് പോളിസി. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, സോ ഈ ഒരു സെക്ഷനിൽ ഇല്ലസ്ട്രേഷൻ നമ്പർ 1 ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അക്കൗണ്ടിങ് പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള AS റിലേറ്റഡ് ആയിട്ടുള്ള ഇല്ലസ്ട്രേഷൻ, നമ്മുടെ സ്റ്റഡി മാറ്ററിലെ ഇല്ലസ്ട്രേഷൻ. സോ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു ജീവാന്ദീപ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പം ഈ കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിനോട് പറഞ്ഞു 2020 എന്താണ് പറയുന്നത്, അവർ ഒരു 40 കോടിയുടെ പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മാർച്ച് 2022 ആകുമ്പോഴേക്കും ഒരു 40 കോടിയുടെ പ്രോഫിറ്റ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുവെന്ന് കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിനോട് പറയാണ്. പക്ഷെ ശരിക്കുമുള്ള റിസൾട്ട്സ് വന്നപ്പോൾ കമ്പനി പ്രോഫിറ്റ് അല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് 10 കോടിയുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ ബോർഡ് തീരുമാനിച്ചു, അതായത് ബെറ്റർ നമ്പേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ലോസ് വന്നത് നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ പേപ്പേഴ്സിൽ കാണുമ്പോൾ ബെറ്ററായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരാം. എങ്ങനെയാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാമെന്ന് പറയാണ്. അതായത് നമ്മൾ അക്കൗണ്ടിങ് പോളിസീസ് കുറച്ച് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അക്കൗണ്ടിങ് പോളിസീസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തിനാണ് ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ വിചാരിച്ച് 40 കോടി പ്രോഫിറ്റ് കിട്ടുമെന്നാണ്, പക്ഷേ ശരിക്കും വന്നപ്പോൾ 10 കോടിയുടെ നഷ്ടമാണ്. അപ്പോൾ പേപ്പറിൽ കാണുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത്, ആനുവൽ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അത് ബെറ്ററായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, അക്കൗണ്ടിങ് പോളിസീസ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഫൈൻ.
അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് AS1 അനുസരിച്ച് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് AS1 എന്താ പറയുന്നത്? ഒരു കമ്പനി അവരുടെ മെത്തേഡ് അല്ലെങ്കിൽ മെത്തേഡ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയാണ്, ഓക്കെ, അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ പ്രോഫിറ്റിനൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം? പ്രോഫിറ്റൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് മെറ്റീരിയൽ ആണെന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്, അത് നമ്മൾ എന്തായാലും ക്ലിയർലി കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ആൻസർ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയണമെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയാണ് വാല്യൂ ഇയർ ആൻഡ് ഇൻവെൻട്രി അറ്റ് വർക്ക്സ് കോസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഹിയർ ദാറ്റ് ടു മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി അറ്റ് പ്രൈം കോസ്റ്റ്. വേറെ ഒന്നുമല്ല, ഇൻവെൻട്രി ആദ്യത്തെ കേസ് പറയുന്നത് അവർ ഇൻവെൻട്രി വാല്യുവേഷൻ ചേഞ്ച് ചെയ്തു. നമ്മൾ പറഞ്ഞായിരുന്നു എക്സാമ്പിൾസ് പറഞ്ഞതിൽ എന്തൊക്കെ പോളിസികൾ മാറ്റാം എന്ന് പറഞ്ഞു നമ്മൾ എക്സാമ്പിൾസിൽ. അവിടെ ഇൻവെൻട്രി വാല്യുവേഷൻ അവിടെ ഒരു പോളിസിയിൽ ചേഞ്ച് വരുത്താമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ മുന്നേ ഇവർ വിൽക്കാത്ത, അൺസോൾഡ് ചെയ്യാത്ത അല്ലെങ്കിൽ വിറ്റ് കഴിക്കാത്ത ഗുഡ്സ് ഇവരെ വാല്യൂ ചെയ്തിരുന്നത് പ്രൈം കോസ്റ്റ് വഴിയാണ്, പ്രൈം കോസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ 30 കോടിയാണ്. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തു, അത് അവർ വർക്ക്സ് കോസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യത്തെ കേസ് എന്താ പറയുന്നത്? ഇവർ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ആദ്യത്തെ കേസ് എന്താ പറയുന്നത്? അവരുടെ വിറ്റ് കഴിക്കാത്ത ഗുഡ്സ് അവർ വാല്യൂ ചെയ്തിരുന്നത് പ്രൈം കോസ്റ്റാണ്, 30 crores. ഇപ്പോൾ അവരിത് ചേഞ്ച് ചെയ്തിട്ട് വർക്ക്സ് കോസ്റ്റിലാണ് അവരിപ്പോൾ അവർ വാല്യൂ ചെയ്യുന്നത്. വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നത് 50 crores ആണ്, വാല്യൂ ചെയ്തപ്പോൾ 50 crores ആണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കേസ് അവർ മാറ്റം വരുത്തിയിട്ടുള്ളത്. രണ്ടാമത്തത് അവർ റെഡ്യൂസിങ് ബാലൻസിങ് മെത്തേഡാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ 45 crores ആണ് ഇപ്പോൾ ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവർ ചേഞ്ച് ചെയ്തിട്ട് സ്ട്രീറ്റ് ലൈൻ മെത്തേഡിലേക്ക് ആക്കുകയാണ്. ആ സ്ട്രീറ്റ് ലൈൻ മെത്തേഡിലേക്ക് ആക്കുമ്പോൾ അവരിപ്പോൾ ടോട്ടൽ ചാർജ് ചെയ്തിട്ട് 27 crores ആണ് ഡിപ്രിസിയേഷൻ. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്തു പോവാണ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് അവരെ ആദ്യം സെയിൽസിൻ്റെ 2% ആഫ്റ്റർ സെയിൽസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിൽസിൻ്റെ 2% മാറ്റി വെച്ചിരുന്നത്. അതായത് 600 crores ആണ് സെയിൽസ്, അതിൻ്റെ 2% എന്ന് പറയുമ്പോൾ 12 crores. അവരിപ്പോൾ അത് നിർത്തി. അത് ഇനി അവർ ആഫ്റ്റർ സെയിൽസ് സർവീസിനും അവർ എന്ത് ചെയ്യുന്നില്ല, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തി. ആണ് മൂന്നാമത്തെ ഒരു മാറ്റം. നാലാമത്തെ മാറ്റം, ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ്, പ്രൊവൈഡ് ഫോർ പെർമനൻറ്റ് ഫോൾ ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഫോൾ ഹാഡ് ടേക്കൺ പ്ലേസ് ഓവർ ദി പാസ്റ്റ് 5 years, ദ പ്രൊവിഷൻ ബീങ് 10 crores. ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൽ ഒരു ലോസ് ഉണ്ടായിട്ടുണ്ട്, വാല്യൂവിൽ വീഴ്ച വന്നിട്ടുണ്ട്, നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ വാല്യൂ വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നഷ്ടമാണ് 10 crores. അപ്പോൾ ഇതുവരെയായിട്ടും അവർ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫോളിന് അവരെന്ത് ചെയ്തിട്ടില്ല, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അവരെന്ത് ചെയ്യാൻ പോവാണ്? ആദ്യമായിട്ട് ഇവർ ഈ നഷ്ടം കാണിക്കാൻ പോവാണ്. ഫോർ ദി ഫസ്റ്റ് ടൈം അവരെന്ത് ചെയ്യാൻ പോവാണ്? അവർ ഈ നഷ്ടം കാണിക്കാൻ പോവാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതിൻ്റെ എമൗണ്ട് 10 crores ആണ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഈ ഒരു സംഭവങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു ക്വസ്റ്റനിൽ എന്താ പറയുന്നത്? ഇവരെ ഉദ്ദേശിച്ചത് ഇവർക്ക് ലഭിക്കുമെന്ന് വിചാരിച്ചത് 40 കോടി ലാഭമാണ്. പക്ഷേ ശരിക്കും ഉണ്ടായത് 10 crore നഷ്ടമാണ്. പക്ഷേ പേപ്പേഴ്സിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുമ്പോൾ, നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ 10 കോടി നഷ്ടം എന്ന് കാണുമ്പോൾ അത് അട്രാക്റ്റീവ് അല്ല. അപ്പോൾ അത് പേപ്പറിൽ നോക്കുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാൻ പോകണം? കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. ആ മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഈ മാറ്റങ്ങൾ കാരണം എന്തൊക്കെയാണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മാറ്റങ്ങൾ കാരണം എന്താണ് ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഇവർ ഈ 40 കോടി വിചാരിച്ചു, 10 കോടിയാണ് ശരിക്കും വന്നത്, ലോസ് വന്നത്, നഷ്ടമാണ് വന്നത്, 10 കോടി നഷ്ടമാണ് വന്നത്. അപ്പോൾ അതിങ്ങനെ പേപ്പറിൽ കാണുമ്പോൾ ബെറ്റർ ആക്കുമെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കേസ്, അവർ ഇൻവെൻട്രി വാല്യുവേഷൻ ചേഞ്ച് ചെയ്തു അല്ലേ. അത് പ്രൈം കോസ്റ്റിലായിരുന്നു, ഇപ്പോൾ അവർ വർക്ക്സ് കോസ്റ്റിലാക്കി. അപ്പോൾ 30 കോടി എന്നുള്ളത് ഇപ്പോൾ എന്താക്കി? 50 കോടിയാണ്. അതായത് ഇൻവെൻട്രിയിൽ നമ്മൾ 20 കോടി എക്സ്ട്രാ കാണിച്ചു. ഇൻവെൻട്രിയിൽ എക്സ്ട്രാ കാണിക്കും. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്കാണ്. അപ്പോൾ നമ്മുടെ ക്ലോസിങ് സ്റ്റോക്ക് കൂടുമ്പോൾ, അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിൽ വിറ്റ് കഴിക്കാത്ത സ്റ്റോക്ക് നമ്മുടെ ക്ലോസിങ് സ്റ്റോക്കിനോട് ഉൾപ്പെടും അല്ലേ. അപ്പോൾ ക്ലോസിങ് സ്റ്റോക്കാണ്. സോ ക്ലോസിങ് സ്റ്റോക്ക് കൂടി കഴിഞ്ഞാൽ ജസ്റ്റ് തിങ്ക് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്ലോസിങ് സ്റ്റോക്ക് കൂടുകയാണ്, നമ്മുടെ ക്രെഡിറ്റ് സൈഡിലാണ്, സെയിൽസിന് അടിയിലാണ് ഈ ക്ലോസിങ് സ്റ്റോക്ക് വരുന്നത് അല്ലേ. അപ്പം ക്ലോസിങ് സ്റ്റോക്ക് കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാവുക? നമ്മുടെ ലാഭം വർദ്ധിക്കും അല്ലേ. അപ്പോൾ 30 കോടിയായിരുന്നു പ്രൈം കോസ്റ്റ് നമ്മൾ വാല്യൂ ചെയ്തിരുന്നത്. ഇപ്പോൾ വർക്ക്സ് കോസ്റ്റിലേക്ക് ആക്കി അത് 50 കോടിയായി. അപ്പോൾ 20 crores പ്രോഫിറ്റ് കയറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യത്തിൻ്റെ എഫക്റ്റ് വരുന്നത്. ഇൻവെൻട്രി വാല്യൂഷൻ ചേഞ്ച് ചെയ്തപ്പോൾ വരുന്ന എഫക്റ്റ്, പ്രോഫിറ്റിൽ വരുന്ന എഫക്റ്റ്. ഡിപ്രിസിയേഷൻ മെത്തേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ, അപ്പോൾ ആദ്യം യൂസ് ചെയ്തിരുന്ന റെഡ്യൂസിങ് ബാലൻസിങ് മെത്തേഡാണ്. ഇപ്പോൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിരുന്നത് 45 കോടിയാണ്. ഇപ്പോൾ അത് മാറ്റി സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലേക്ക് ആക്കി. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലേക്ക് ആക്കിയപ്പോൾ 27 കോടിയെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഡിപ്രിസിയേഷൻ നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ 45 കോടി എന്നുള്ളത് 27 കോടി ആകുമ്പോൾ എത്ര വ്യത്യാസം വന്നു? 18 കോടി
എക്സ്പെൻസസ് കുറഞ്ഞു അല്ലേ? എക്സ്പെൻസ് സൈഡ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭം കയറും, റൈറ്റ്? സോ 18 കോടി വീണ്ടും എക്സ്ട്രാ, നേരത്തെ പറഞ്ഞ 20 കോടിയോട് കൂടെ ഇപ്പോൾ എക്സ്ട്രാ 18 കോടിയും കൂടിയും നമ്മുടെ ഈ ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ലാഭമായിട്ട് കാണിക്കാനായിട്ട് പറ്റും. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ സെയിൽസിന് മേലെ 2% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനി നിർത്തലാക്കി, ലൈക്ക് ഇനി മുതൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? നമ്മൾ എക്സ്പെൻസ് സൈഡിൽ കാണിക്കും, റൈറ്റ്? നമ്മൾ പ്രൊവിഷൻ ഫോർ എന്ന് പറഞ്ഞിട്ട് കാണിക്കില്ലേ? അപ്പോൾ അത് കാണിക്കുമ്പോൾ നമ്മൾ എക്സ്പെൻസ് കൂടുകയാണ്, അപ്പോൾ ലാഭം കുറയും. അപ്പോൾ നമ്മൾ ആ പരിപാടി നിർത്തി. അതായത് 12 കോടിയാണ്, 2% ഓഫ് 600 crore എന്ന് പറയുമ്പോൾ 12 കോടിയാണ്. അപ്പോൾ 12 കോടി ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചായിരുന്നു, ഇപ്പോൾ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ എന്തുണ്ടാവുകയാണ്? 12 കോടി ലാഭം, വീണ്ടും മോർ പ്രോഫിറ്റ് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. പിന്നെ നാലാമത്തെ പോയിന്റ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നില്ല, പക്ഷേ ഇനി അവർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മുടെ നഷ്ടം കൂടുതലുള്ളൂ. നഷ്ടം കൂടുള്ളൂ. ദിസ് ഇസ് എ ലോസ് അല്ലേ? എ ഫോൾ ഇൻ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ₹10 crore എന്ന് പറഞ്ഞാൽ അതൊരു ലോസ് ആണ്. Now they are showing that loss for the first time. So profit goes down by 10 crores. അപ്പോൾ ഈ ഒരു കേസ് കാരണം നമ്മൾ ഈ ലോസ് കാണിക്കാൻ പോവാണ്. ഓക്കെ, ഈ 10 കോടിയുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂവിലുള്ള ഫോള് നമ്മൾ കാണിക്കാൻ പോവാണ്. അത് കാണിക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. സോ നമ്മുടെ എക്സ്പെൻസസ് കൂടും, റൈറ്റ്? സോ എക്സ്പെൻസസ് കൂടിയാൽ നമ്മുടെ പ്രോഫിറ്റ് കുറയും അല്ലേ? ഓക്കെ, പ്രോഫിറ്റ് കുറയുന്നു. എത്ര കുറയും? 10 കോടി കുറയും പ്രോഫിറ്റ്. ഇനി ഇതിൻ്റെ ഔട്ടർ ലൈക്ക് ശരിക്കും ഇതിൻ്റെ എഫക്റ്റ് കാണണ്ടേ ശരിക്കും? അപ്പം എത്രയായിരിക്കും നമ്മൾ കാണുന്ന ആലോചിച്ച് നോക്കുക. ഇൻവെൻട്രി വാല്യൂഷൻ 20 crores പ്രോഫിറ്റ് വന്നു, പ്ലസ് ഡിപ്രിസിയേഷനിൽ 18 കോടി, പ്ലസ് ആഫ്റ്റർ സെയിൽസ് പ്രൊവിഷൻസ് നമ്മൾ റിമൂവ് ചെയ്തു, അപ്പോൾ 12 കോടി വീണ്ടും പ്രോഫിറ്റിലേക്ക് കയറി, പ്ലസ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നഷ്ടമായിട്ട് തന്നെ കാണിക്കുന്നു. -10 crore ചെയ്യാൻ, അതായത് 20 crores പ്ലസ് 18 crores പ്ലസ് 12 crores -10 crores. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 40 കോടിയാണ് നെറ്റ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സോ റിയൽ റിസൾട്ട് 10 കോടി ആണെങ്കിലും 10 കോടി ലോസ് ആണെങ്കിലും ഇത്തരം ചേഞ്ചസ് വരുത്തുന്നത് കൂടെ നമ്മുടെ ബുക്സിൽ നമുക്ക് പ്രോഫിറ്റ് എത്ര കാണിക്കാം? എത്ര കൂടി കാണിക്കാം? 30 കോടി എക്സ്ട്രാ കാണിക്കാൻ പറ്റും. അപ്പോൾ ലൈക്ക് ശരിക്കും 10 crores ലോസ് ആണെങ്കിലും ബുക്സിൽ നമുക്ക് എന്ത് കാണിക്കാനായിട്ട് പറ്റും? ഒരു പ്രോഫിറ്റ് ഓഫ് 30 crores നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിനർത്ഥം എന്താണ്? ലൈക്ക് ആ കമ്പനി മണി കൂടുതൽ ഉണ്ടാക്കി എന്നുള്ളതല്ല. കാരണം ശരിക്കുള്ള റിപ്പോർട്ടിൽ 10 കോടി നഷ്ടം തന്നെയാണ്. പക്ഷെ നമ്പേഴ്സിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൈക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ആസ് എ ചീഫ് അക്കൗണ്ടൻറ്റ് ഓഫ് ദി കമ്പനി യു ആർ asked by the managing director to draft the notes on accounts for inclusion in the annual report for 2021-22. So we are asked, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു നോട്ട്സ് ടു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമുക്കറിയാമെന്ന് വിചാരിക്കണം എല്ലാവർക്കും നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇഫ് ദർ ഈസ് എനിത്തിങ് പർട്ടിക്കുലർ റിലേറ്റിംഗ് ടു പർട്ടിക്കുലർ ഐറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഷോ ഇറ്റ് ഇൻ ദ നോട്ട്സ് ടു അക്കൗണ്ട്സ് സെക്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ കാണിക്കണം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചേഞ്ച്, ലൈക്ക് എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ റീസൺ കാണിക്കണം. സോ അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഓരോന്നും നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ആൻസർ വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കണേന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. AS1 റിലേറ്റഡ് ആയിട്ട് കാൽക്കുലേഷൻ വൈസ് നമുക്ക് കുറച്ച് കോൺസെപ്റ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻ ഇതാണ്. പിന്നുള്ളത് തിയറി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നതും AS1 നിന്ന് കൂടുതൽ ചോദിക്കുന്നതും തിയറി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇലിസ്ട്രേഷൻ 2, ഇലിസ്ട്രേഷൻ 3, ഇലിസ്ട്രേഷൻ 4 ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, സോ AS1 ക്ലിയർ ആണെന്ന് വിചാരിക്കണം എല്ലാവർക്കും. ഇനി നമ്മൾ സമയം ഉള്ള പോലെ നമ്മൾ ബാക്കിയുള്ള ASസും കൂടി കംപ്ലീറ്റ് ചെയ്യും. ബട്ട് ഒരിക്കലും ഞാൻ ഗ്യാരണ്ടി തരില്ല എക്സാമിന് മുൻപ് തീർക്കാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് റോക്ക് യുവർ സ്റ്റഡീസ്. സോ ഫ്രണ്ട്സ്, ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് വയ്ക്കാം. മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ AS1ൻ്റെ നോട്ട്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് നമ്മുടെ സ്റ്റഡി മാറ്റത്തെ കേസ് തന്നെയാണ് ഇതൊക്കെ. ഷോർട്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് തന്നെ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നോട്ട് വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം. താങ്ക് യു.